ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറേ ഈറത്തണ്ടൊക്കെ വെട്ടുന്നത് കണ്ടല്ലോ. ഈ വെട്ടിയെടുത്ത ഈറത്തണ്ടുകളെല്ലാം ഞങ്ങളിങ്ങനെ എല്ലാം ഒരേ കണക്കിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇതിനെ അകവും പുറവും നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട എടുക്കുന്നത്. മുട്ട ഒരു 8 മുട്ട നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരല്പം പേസ്റ്റാക്കി വെച്ചിരുന്നതാണ്, അത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള, ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞതാണ്. പൊടിയായി അരിഞ്ഞ് ആ സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു തക്കാളി, അതും വളരെ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ആ കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്കൊരു 1-1.5 സ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മുട്ടയൊക്കെ നമ്മൾ ഓംലെറ്റിന് റെഡിയാക്കുന്ന പോലെ പതപ്പിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ഈറത്തണ്ടിന് വണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊരു പച്ച് വീഴ്ത്തി നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പ്ലാവിൻ്റെ ഇല നമുക്ക് കോട്ടിയെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ സവാളയൊക്കെ ഒത്തിരി വലിയ പീസും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഹോള് പോരാ, ഇത്രയും വലുതാണ്. അടല്ലേ അടേ അടാ, നമുക്കിത് വെച്ച് നമുക്ക് ഈറയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വൃത്തിയാക്കി വെച്ച ഈറയുടെ അകത്തേക്ക് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈറയിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല, നമ്മൾ കുറച്ച് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് ഈറ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അതിന് എല്ലാ ഭാഗത്തൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരല്പം ബട്ടർ നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. ആ ബട്ടർ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒഴിച്ചു, ബട്ടർ അങ്ങ് അടിഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കറക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് അതിനകത്ത് നിറച്ചെടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന നമുക്ക് കിട്ടിയ ഈറത്തണ്ട് വളരെ വണ്ണം കുറഞ്ഞതാണ്, അതുകൊണ്ടാണ് നമുക്കിതിലേക്ക് ഒഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട്. ഒരെണ്ണം ഫില്ലായിട്ടുണ്ട്. അത് ഫില്ലായതിൽ നമ്മൾ നല്ലതുപോലെ തട്ടിയപ്പോൾ അതിനകത്തോട്ടൊക്കെ ഇറങ്ങി പോകത്തൊക്കെ രീതിയിൽ ചെറുതായിട്ട് തട്ടി കൊടുക്കുക. ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മൈദ റെഡിയാക്കിയിട്ടുണ്ട്. ആ മൈദയാണ് നമ്മൾ ഇതിലേക്ക് കവർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ലീക്ക് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദ കൊണ്ട് ഇതിനെ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ചൂടാകുമ്പോഴത്തേക്ക് ഇത് ആദ്യം ഒന്ന് തിളച്ച് പൊങ്ങാനൊക്കെ ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഈറത്തണ്ടിലേക്കും നമ്മളിതുപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് അല്പം ബട്ടറും ചേർത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് നമ്മളിതിലേക്ക് ഇറക്കി മൈദ കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മുട്ടയെല്ലാം നമ്മുടെ ഈറയുടെ അകത്ത് നിറച്ചിട്ടുണ്ട്. അത് ഈറയിൽ നിന്നും അത് ലീക്കായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മൈദ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഇതിനെ തീയിൽ ചുട്ടെടുക്കുന്ന ഒരു പരിപാടി, തീയിൽ ചുട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നല്ല തീയുണ്ട്. ഈ തീയുടെ മുകളിലേക്ക് നമ്മളൊരു ഗ്രില്ല് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഗ്രില്ലാണ്, അതിൽ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കത്തിപ്പോകാതിരിക്കണം. നമുക്കിതിനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് എളുപ്പത്തിന് ഇതുപോലെ ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നല്ല തീയിലാണ് വയ്ക്കുന്നത്, അപ്പോഴേ നമ്മൾ ഈറയൊക്കെ ചൂടായിട്ട് അകത്തേക്ക് ചൂട് വരത്തുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം കനലിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈറത്തണ്ട് അങ്ങ് കരിഞ്ഞ് പോകത്തുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മുട്ട അതിനകത്തിരുന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം, നല്ല ചൂടാണ്. മാറ്റി ബാക്കിയൂടെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കവർ ചെയ്തിരുന്ന മൈദ നമ്മൾ ചെത്തി
അങ്ങ് മാറ്റുകയാണ്. ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് രണ്ടായിട്ട് പിളർന്നെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം കണ്ടില്ല നല്ലതുപോലെ വെന്ത് റെഡിയായിരിപ്പുണ്ട്. നമ്മുടെ ഇറയുടെ ഉള്ളു വളരെ കുറവായതുകൊണ്ട് നമുക്ക് കുറേശ്ശെ മാത്രമേ ഇതിനകത്ത് ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. വലിയ ഇറത്തണ്ടാണെങ്കിൽ അല്ലെങ്കിൽ മുളന്തണ്ടൊക്കെ ആണെങ്കിൽ ഒരു 1-2 തണ്ടിൽ തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഇലയിലേക്ക് നീക്കിയിടാം. എന്തായാലും മൊത്തം നമ്മൾ ഇലയിലേക്ക് നീക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണകളായിരിക്കും നമുക്കെന്താ വല്ല കുഴപ്പമുണ്ടാകുന്നത്. മുളയിലാണല്ലോ സാധാരണ ആളിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മുളയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ മുള നമുക്കിപ്പോൾ കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് നമ്മുടെ പര്യടത്തിലുണ്ടായിരുന്നത് ഈറയാണ്. എന്നാൽ ഈറ തണ്ടിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ചെയ്തത്. പക്ഷേ സംഗതി ഇനി ഇതിപ്പോൾ കഴിച്ച് നോക്കണം. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിൽ ഈ ഐറ്റമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ചിക്കൻ ഫ്രൈയും കറിയും ഒന്നും അല്ലാത്തതുകൊണ്ടോ മക്കളാരും വരുന്നില്ല കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഒരാൾ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. ഒരാളിവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്നത്. എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കാനുള്ള പരിപാടിയാണ്. സംഗതി കൊള്ളാം. ഇത് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മുട്ട തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല. ഇതെന്തോ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. കൊള്ളാടാ, വാടാ. മോശമായിരിക്കും എന്ന് പറഞ്ഞാൽ വരായിരുന്നു കേട്ടാ. കഴിച്ചു നോക്കൂ. ആള് മുട്ടത്തോരൻ്റെ ആളാണ്. പക്ഷെ ഇത് ഇങ്ങനെ അല്ലേ, അതെ. നമ്മൾ സാധാരണ മുട്ട ആംപ്ലേറ്റ് കഴിക്കാറുണ്ട്, അതുപോലെ മുട്ട തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെ. കാരണം ഈ ഇറയുടെ അകത്തിരുന്ന് എന്തിൻ്റെ ആയിരിക്കണം. അത് സ്വല്പം എരിവുണ്ടല്ലേ, നമ്മളിട്ട പച്ചമുളകിനൊത്തൊരു എരിവ് കൂടുതലുണ്ട്. അതുകൊണ്ടൊരു എരിവത്തി കൂടുതലുണ്ട്. ഇപ്പം എല്ലാം കറക്റ്റാണ്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ നമ്മൾ ചെയ്ത് നോക്കാൻ പറയില്ല, കാരണം ഈ ഈറയൊന്നും എങ്ങനെ ലഭ്യമല്ല. അതുകൊണ്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത് നോക്കി, അത് നിങ്ങളെയും കൂടെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ബൈ ബൈ.